ബാക്ക് ടു ചാനൽ ഇപ്പോൾ KKD വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്കിത് നമ്മുടെ ഇതല്ല, ഇത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്, നന്നായി പണ്ട് വാങ്ങിച്ചാണ്. നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്നെസ്സിൻ്റെ നാച്ചുറൽ സോഫ്റ്റ് സ്കിന്നിൻ്റെ നമ്മുടെ ലോഷൻ തീർക്കാണ് ഗേസ്. അപ്പോൾ ഗേസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ എന്തോ കാണുന്നു ഗേസ്. അപ്പോൾ നമുക്ക് അടുത്ത പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഗേസ് ഞാൻ മാല ഇട്ടിട്ടുണ്ട്. ഇനി പൗഡർ നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള പൗഡർ അപ്ലൈ ചെയ്യാം. ഇത്രയൊക്കെ മതി. നമുക്ക് കയ്യിൽ തൂക്കാം. ബാക്കി പൗഡർ അത് നമ്മളിങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊട്ടരുത്, അപ്പം നന്നായി ടൈപ്പ് പോവും. പകരം ഇങ്ങനെ അതേ കയ്യിൽ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇങ്ങനെ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കാര്യമുണ്ട്, ഐലൈനർ എഴുതണം. അപ്പോൾ ഗൈസ് ഞാൻ ഈ ലാക്മീൻ്റെ ഐലൈനറാണ് എഴുതണത് ഗൈസ്. അപ്പോൾ നമുക്കിത് എഴുതാം ഗൈസ്. ഞാൻ ഐലൈനർ ഇതിൽ നോക്കി എഴുതാൻ അത്ര എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കണ്ണാടി നോക്കി എഴുതിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ ഐലൈനർ എഴുതിയിട്ട് വേണ്ട കണ്ടോ. ഇതൊന്ന് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. നമുക്കൊരു പൊട്ട് വരണം. പൊട്ട് ഞാൻ ഐലൈനറും കൊണ്ട് തന്നെ തൊടുവാണ്. കാരണം ഒന്ന് പൊട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് സുണ്ട് വരും. ഒന്ന് സുണ്ട് അങ്കമാലി പോയേക്കാണ്, അവൾ ഇന്ന് വരും. അപ്പം പൊട്ട് കണ്ട് അവൾ എങ്ങനെ കിളി പറിച്ചെടുത്തുള്ളൂ. അതൊരു പൊട്ട് വിടാലോ. അപ്പം നമുക്ക് ഈ പൊട്ട് ഇതിന് എത്ര രൂപ? 200 കൊണ്ടാണ് ഗൈസ്. അച്ഛൻ വാങ്ങിച്ചു തന്നാണ് ഗൈസ്. ഞാൻ പൊട്ട് വിടട്ടെ. ഞാൻ കുഞ്ഞു പൊട്ടാണ്. ഇവിടെ നോക്കി ഇത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി ചെയ്തിട്ട് വരാം. ഞാൻ പൊട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കി കാണണ്ട, ഇങ്ങനെ നോക്കണം, എന്നിട്ട് കാണാൻ പറ്റും. ഇന്ന് ഞാൻ കണ്ണിൻ്റെ അടിയിൽ എഴുതാൻ പോവാണ് ഗൈസ്. ഞാൻ കണ്ണിൻ്റെ അടി എഴുതാത്തതാണ്. ഞാൻ കണ്ണാടി നോക്കി ഏതെങ്കിലും എഴുതട്ടെ. കണ്ണാടിയിലായത് ഫോണിൽ ഞാൻ ഡാർക്ക് ആക്കുന്നില്ല. ഡാർക്ക് ആയി എൻ്റെ കുഴപ്പമില്ല. കണ്ണാടി തിന്ന് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഗീസ് ഞാൻ അടിയിലും കണ്ണെഴുതിയിട്ടുണ്ട്. ഞാൻ അടി കണ്ണെഴുതാനാണോ അത് എഴുതാത്തതാണോ നല്ലതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഗീസ് ഞാൻ അങ്കമാലിയിൽ പോട്ടെ. പിറവത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിറവത്ത് പോയി. അപ്പം ഞാൻ വാങ്ങിച്ചു. അമ്മ വാങ്ങിച്ചു എന്നാണ് കേട്ടോ. ഇത് ദേവു എനിക്ക് തന്നതാണ്. എൻ്റെ കസിൻ തന്നാണ്. എൻ്റെ അമ്മ വീടിൻ്റെ താഴെ ഒരാളുണ്ട് കേട്ടോ. അവൾ 5-ലാണ്. ഹന്ന എന്നാണ് അവളുടെ പേര്. പൊന്നു എന്ന് വിളിക്കും. അപ്പോൾ അവളുടെ അമ്മ എവിടുന്ന
സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. പുറത്ത് എനിക്ക് കൊണ്ടുത്തന്നാണ്. അപ്പോൾ ദേവുവിന് കൊടുത്തു. അപ്പം ദേവുവിന് എനിക്ക് സെയിം ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ലബൂബുവിൻ്റെ 2 വേണം. അപ്പോൾ അതെനിക്ക് പറഞ്ഞത് സ്നേഹം. ഇത് എനിക്ക് ആരാ വാങ്ങിച്ചെന്നേ എനിക്കറിയത്തില്ല. ആരാ വാങ്ങിച്ചെന്നേന്ന്. ശബരിമലയിൽ പോയപ്പോൾ വാങ്ങിച്ചാണെന്ന് എനിക്കറിയാം. പിന്നെ തൽക്കാലമൊന്നും ഇല്ലാത്തത് ഈ ഒരു പെട്ടിയിലാണ് ഞാൻ അതിലൊന്ന് അടച്ചിട്ടുള്ളത്. ആ പെട്ടി തന്നെ ഞാൻ ഐലൈനർ എനിക്ക് അച്ഛൻ വാങ്ങിച്ചാണ്. ശബരിമലയിൽ നിന്നാണ്. ഇതും എനിക്ക് ആര് തന്ന? ഇത് എനിക്ക് മാളു തന്നാണോന്ന് അറിയത്തില്ല. മാളു എനിക്കൊരു ക്ലിപ്പ് തന്നായിരുന്നു. എൻ്റെ കസിനാണ്. പിന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ പൊട്ടൊക്കെ കാണിച്ചു തരട്ടോ. എൻ്റെ പൊട്ടാണ് ഞാൻ തൊട്ടുകൊണ്ട് പറഞ്ഞ പൊട്ടാണ് ഇഷ്ടം. വലിയ പൊട്ട് ഇഷ്ടം. പിന്നെ ഇത് അമ്മയുടെ ഒന്ന് തോന്നുന്നു. ഇത് അമ്മയ്ക്കാണ് കാണിച്ചത്. പിന്നെ ഇത് വളയാണ് ഗസ്. ഇതിൽ ഓർമ്മ കൂടെ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതെനിക്ക് പാകമാണോന്ന് ചോദിച്ചല്ല. ശബരിമലയിൽ നിന്ന് വെച്ചിട്ടുള്ളത്. ഇല്ല, ശബരിമലയിൽ നിന്നാണോന്ന് ചോദിച്ചു. അതെ, ക്യൂട്ട്. ഇത് ആരുടെ വളയാണെന്ന് ഗസ് ചെയ്യോ? ഞാൻ അമ്മ വീട്ടിൽ പോയായിരുന്നു. അപ്പം പൊന്നൂന് അന്നയില്ലേ, പൊന്നു ഞാൻ കാണിച്ചു കൊടുത്തു. പൊന്നൂന് കാണിച്ചു കൊടുത്തപ്പം പൊന്നു പറഞ്ഞ് സുണ്ടുവിൻ്റെ വളയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതെൻ്റെ വളയൊക്കെയാണ് അപ്പുറത്ത് വാങ്ങിച്ചത്. ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാവരും പറഞ്ഞ എന്തോ ചാച്ച വന്നാണ്. എന്തോ നല്ല ഇഷ്ടം എനിക്ക് വള. മൈ ഫേവറേറ്റ്. എനിക്ക് ഇങ്ങനത്തെ റോസ് ഗോൾഡിൻ്റെ വളയൊക്കെ ഭയങ്കര ഇഷ്ടം. അമ്മ എനിക്കിത് എൻ്റെ കയ്യിലിത് എനിക്ക് ചുമയാണ്. ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പം എല്ലാ അമ്മത്തിൻ്റെ ബാക്കിലൊരു വീടുണ്ട്. അപ്പം ഇത്രയുള്ള എൻ്റെ ഈ കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചിട്ട് ഞാൻ ഫ്രം ഊട്ടി വാങ്ങിച്ച് ഗൈസ്. എനിക്കും അമ്മയ്ക്കും സെയിം ആണ് തയ്പ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ. അതൊക്കെ ബെസ്റ്റ് ചെയ്യൂ.